ഹലോ ഫ്രണ്ട്സ്, രഞ്ജൂസ് കോൺഫിഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നീ വിഷയങ്ങളിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ ചാനലായ രഞ്ജൂസ് കോൺഫിഡൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. രഞ്ജൂസ് കോൺഫിഡൻസിൻ്റെ 24ാമത്തെ എപ്പിസോഡ് ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ചാണ്. ഇതിൽ ബോർഡിൽ 2 ചോദ്യങ്ങളുണ്ട്. ഇൻ കേസ് ഓഫ്, ഇൻ ദ കേസ്, ഇങ്ങനെ 3 വിഭാഗം ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഇൻ കേസ് എന്നത് സാധാരണഗതിയിൽ അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. എന്നാൽ നിങ്ങളിൽ ബോർഡിൽ ഞാൻ എഴുതിയിട്ടുള്ള ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒന്ന് ശ്രമിക്കൂ. അതിലെ 1ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇൻ കേസ് ഓഫ് എനി ഷോർട്ടേജ് ദ ഡാഷ്. അപ്പോൾ ഇൻ കേസ് ഓഫ് എനി ഷോർട്ടേജ് ദ ഡാഷ് എന്നൊരു ചോദ്യം കണ്ടു. സപ്ലൈ, സപ്ലൈസ്, വിൽ സപ്ലൈ, ഷാൾ സപ്ലൈ, ഇങ്ങനെയാണ് 4 ചോയ്സ് തന്നിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വി വിൽ ബൈ സം ഫുഡ് ഇഫ് ബിജു കംസ്. ഇഫ് എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് പകരം ഒരു വാക്ക് ചോയ്സ് എടുക്കാനാണ് അവരാവശ്യപ്പെടുന്നത്. ഈ ചോയ്സുകളിൽ ഏതാണ് ഇഫിന് തുല്യമായ അല്ലെങ്കിൽ ഇഫിന് തതുല്യമായ അർത്ഥം വരുന്ന പദം ഇതിലേതാണ് എന്നാണ്. ഇൻ കേസ്, ഇൻ കേസ് ഓഫ്, ഇൻ ദ കേസ്, ജസ്റ്റ് ഇൻ കേസ്, ഇങ്ങനെ 4 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഇഫിന് തുല്യത വരുന്നത് എന്നാണ്. ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ മാത്രമാണ് ഇത് ഇൻ കേസ് അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് അല്ലെങ്കിൽ ഇൻ ദ കേസ് എന്ന പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് വരാം. ഇപ്പോൾ ബോർഡിൽ നിങ്ങൾ 2 ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇൻ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് പോയ ശേഷം അങ്ങോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടു നോക്കാം. ക്യാരി യുവർ മൊബൈൽ ഫോൺ ഇൻ കേസ് യു ഡാഷ് നീഡ് മീ. ഇൻ കേസ് യു ഡാഷ് മീ, ഇതാണ് പദം. ഇവിടെ ഇൻ കേസ് എന്ന വാക്ക് മധ്യത്തിലാണ് വന്നിരിക്കുന്നത്, മിഡിലാണ് അല്ലേ? ഓക്കെ, താഴെ കുറേ ചോയ്സുകൾ കൊടുത്തിട്ടുണ്ട്. നീഡ്സ്, നീഡ്, വിൽ നീഡ്, മേ നീഡ്. ഒരൊറ്റ കാര്യം ഇതിനകത്ത് ഓർക്കേണ്ടതുള്ളൂ. ഇൻ കേസ് വരുന്ന പദത്തിൽ സോ, മേ, ബിക്കോസ്, മൈറ്റ്, സംടൈംസ് എന്നിവ ഉണ്ടാകാൻ പാടില്ല. ഇൻ കേസ് ചേർന്ന് വരുന്ന സെൻറ്റൻസിൽ എന്തുണ്ടാവാൻ പാടില്ല? സോ, മേ, ബിക്കോസ്, മൈറ്റ്, സംടൈംസ്, ഈ 5 പദങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇനി ഇൻ കേസിന് മുൻപുള്ള ടെൻസ് ഏതാണ് എന്ന് നോക്കാം. ഇൻ കേസിന് മുൻപുള്ള വെർബ് ക്യാരി എന്നാണ്. ക്യാരി എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി എന്ന ചോദ്യത്തിന് പ്ലേ, പ്ലേസ്, ലുക്ക്, ലുക്സ്, ജമ്പ്, ജംപ്സ്, ക്യാരി, ക്യാരീസ്, ഇങ്ങനെ വരുന്ന പദങ്ങളെല്ലാം ഫോർ എക്സാമ്പിൾ പ്ലേ എന്നെഴുതിയാലും പ്ലേസ് എന്നെഴുതിയാലും അതുപോലെ കം എന്നെഴുതിയാലും കംസ് എന്നെഴുതിയാലും അതുപോലെ ക്യാരി എന്നെഴുതിയാലും ക്യാരീസ് എന്നെഴുതിയാലും വെർബിൻ്റെ ബേസ് ഫോമും അതിനോടൊപ്പം എസ്ഒ ഇ എസ്ഒ ചേർന്ന് വരുന്ന സെൻറ്റൻസുകളും വേർഡുകളും പ്രസൻറ്റ് ടെൻസ് ആണ്. ഇൻ കേസിന് മുൻപ് പ്രസൻ്റ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും അതുപോലെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നീഡ്സും പ്രസൻറ്റ് ടെൻസ് ആണ്, നീഡും പ്രസൻറ്റ് ടെൻസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നീഡ് എന്നതാണ് ഉത്തരമായി എടുക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ യു എന്ന പദം ഒരാളെ ഉദ്ദേശിച്ചാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ചാണെങ്കിലും യു എന്ന സബ്ജക്റ്റ് പ്ലൂരലിനെ കുറിക്കുന്നു. അപ്പോൾ പ്ലൂരൽ ആയതുകൊണ്ടാണ് നീഡ് എടുക്കുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. യു എന്ന വാക്ക് പ്ലൂരലാണ്. പ്ലൂരലിനോടൊപ്പം എസ് ചേർന്ന പദം ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് നീഡ് എടുക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ക്യാരി എന്ന വെർബ് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇൻ കേസിന് മുൻപുള്ള വെർബ് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇൻ കേസിന് ശേഷമുള്ള വെർബും പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം. ഇവിടെ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പ്ലേ, പ്ലേസ്, കം, കംസ്, ഗോ, ഗോസ്, ക്യാരി, ക്യാരീസ്, ലവ്, ലവ്സ്, ഇതെല്ലാം പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ താഴെ കൊടുത്തതിലെ പ്രസൻറ്റ് ടെൻസ് സെലക്ട് ചെയ്യുകയേ നമുക്ക് നിർവാഹമുള്ളൂ. ഇത് രണ്ടും പ്രസൻറ്റ് ടെൻസ് തന്നെയാണ്. യു പ്ലൂരൽ ആയതിനാൽ എസ് ഇല്ലാത്ത വെർബ്, എസ് ഇല്ലാത്ത വാക്കുകളാണല്ലോ പ്ലൂരൽ.
അതായത് ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റുകളോടൊപ്പം ഇവയാണ് യൂസ് ചെയ്യുക. അത് എന്തുകൊണ്ടെന്നാൽ ഇവയിലൊന്നും എസ്ഒ ഇഎസ്ഒ ഇല്ല. എന്നാൽ സിംഗുലർ സബ്ജക്റ്റുകളോടൊപ്പം ഇവയാണ് യൂസ് ചെയ്യുക. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഗോ ഇൻ എ ടാക്സി, യു മേ ബി ലേറ്റ്. ഇങ്ങനൊരു ചോദ്യം തന്നിട്ട് നമ്മളോട് റീറൈറ്റ് വിത്ത് ഇൻ കേസ്, ഈ ചോദ്യത്തിനെ അല്ലെങ്കിൽ ഗോ ഇൻ എ ടാക്സി യു മേ ബി ലേറ്റ് എന്ന ക്വസ്റ്റിനെ ഇൻ കേസ് വെച്ചുകൊണ്ട് എഴുതാൻ പറയാം. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ 4 ചോയ്സുകൾ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ കറക്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചോളൂ. ഗോ ഇൻ എ ടാക്സി ഇൻ കേസ് യു മേ ലേറ്റ്. ആ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇൻ കേസ് ചേർന്ന് വരുന്ന സെൻറ്റൻസിൽ സോ, മേ, ബിക്കോസ്, മൈറ്റ്, സംടൈംസ് എന്നിവ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ മേ ഉണ്ട്. അതിനാൽ എ എന്ന ചോയ്സ് തെറ്റ്. ഇനി ഗോ ഇൻ എ ടാക്സി ഇൻ കേസ് യു വിൽ ലേറ്റ്. ഇൻ കേസ് എന്ന വാക്കിന് ശേഷം വിൽ ഉണ്ടാകാൻ പാടില്ല. മറക്കരുത്, ഇൻ കേസിന് ശേഷമാണ് വിൽ എന്ന ഫ്യൂച്ചർ ടെൻസിൽ പറയാൻ പാടില്ലാത്തത്. ഇൻ കേസ് ഓഫ് ആണെങ്കിൽ വിൽ ചേർക്കാം. മറക്കരുത് അത്. ഇവിടെ ഇൻ കേസ് ഓഫ് അല്ല. ഇൻ കേസ് ഓഫ് എന്നാണ് വന്നതെങ്കിൽ ഇവിടെ വിൽ വരുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഇൻ കേസ് ആണ്. ഇൻ കേസ് ആകുമ്പോൾ അവയ്ക്ക് ശേഷം ഫ്യൂച്ചർ ടെൻസിൽ പറയാൻ പാടില്ല. സോ ബി എന്ന ചോയ്സ് തെറ്റ്. ഇനി നമുക്ക് ഡി എന്ന ചോയ്സിലേക്ക് പോകാം. ഗോ ഇൻ എ ടാക്സി ഇൻ കേസ് യു ആർ ബീയിങ് ലേറ്റ്. ആർ ബീയിങ് എന്ന് പറയുന്നത് ഒന്ന് അത് പാസീവ് വോയിസിലാണ്. പിന്നെ അത് കണ്ടിന്യൂസ് ടെൻസുകളുടെ കാര്യം പറയുമ്പോഴാണ് ബീയിങ് ചേർക്കേണ്ട കാര്യമുള്ളത്. ഇവിടെ ഇത് കണ്ടിന്യൂസ് ടെൻസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ വരുന്നില്ല. ഇനി ഗോ ഇൻ എ ടാക്സി ഇൻ കേസ് യു ആർ ലേറ്റ്. ഇവിടെ ഈ ആർ എന്ന പദം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. ഗോ ഇൻ എ ടാക്സി ചോദ്യത്തിലുണ്ട്, ഉത്തരത്തിലുമുണ്ട്. ഇൻ കേസ് ചേർക്കാൻ പറഞ്ഞു, അത് മിഡിലാണ് ചേർക്കുക. ഇൻ കേസ് എന്ന പദം മിഡിലിൽ ചേർത്തു. യു എന്ന സബ്ജക്റ്റ് ചോദ്യത്തിലുണ്ട്, ആൻസറിലുമുണ്ട്. ഇൻ കേസ് വരുമ്പോൾ മേ വരാൻ പാടില്ല. അപ്പം മേ അവിടെ ഒഴിവാക്കി. ബി എന്ന പദം അതിൻ്റെ രൂപങ്ങളാണ് ഈസ്, ആർ, ആം, വാസ്, വെർ. ബിയുടെ പ്രസൻറ്റ് ഫോമുകളാണ് ഈസ്, ആർ, ആം. പാസ്റ്റ് ഫോമുകളാണ് വാസ്, വെർ. ഇവിടെ നമ്മൾ ആർ എടുക്കാൻ കാരണം ഗോ എന്ന് പറയുന്നത് വെർബിൻ്റെ ബേസ് ഫോമാണ്. V1 ആണ്. അത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ ഇൻ കേസിന് മുൻപ് പ്രസൻ്റ് ആണെങ്കിൽ ശേഷവും പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് ചേർക്കുക. അപ്പോൾ ഈസ്, ആർ, ആം എന്ന പദം അവിടെയുണ്ട്. എന്നാൽ യു എന്താണ്? പ്ലൂറലാണ്. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാനേ നിർവാഹമുള്ളൂ? ആർ എടുക്കാനേ നിർവാഹമുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ഇൻ കേസിന് മുമ്പ് പ്രസൻറ്റ് ഫോം വന്നു. അപ്പോൾ ശേഷവും പ്രസൻ്റ് ആയിരിക്കണം. ബിയുടെ ഫോമുകളാണ് ഈസ്, ആർ, ആം, വാസ്, വെർ. ഇവിടെ പ്രസൻറ്റ് ഫോം വന്നുകൊണ്ട് ഇവിടെയും പ്രസൻറ്റ് എഴുതണം. യു എന്ന പദം പ്ലൂറലായതിനാൽ നമുക്ക് എന്തെടുക്കാം? ആർ എടുക്കാം. ഇത് നല്ലൊരു ചോദ്യമല്ലേ? മിക്കവാറും ഇത്തരം ചോദ്യങ്ങളാണ് 4 ചോയ്സ് തന്നുകൊണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് വൺ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യത. നമുക്ക് ഇൻ കേസുമായി ബന്ധപ്പെട്ട 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 3ാമത്തേതും വളരെ എളുപ്പമുള്ളതുമായ ഒരു ചോദ്യത്തിലേക്ക് പോകാം. പഠിക്കാൻ ഇത്തിരി എളുപ്പവുമാണ്. ഇൻ കേസ്, ഇവിടെ കോമ പാടില്ല. ഇൻ കേസിന് മുമ്പ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും പ്രസൻറ്റ് ടെൻസ്. ഒന്ന് പറയൂ. ഇൻ കേസിന് മുൻപുള്ള വെർബ് പ്രസൻ്റ് ആണെങ്കിൽ ശേഷമുള്ള വെർബും പ്രസൻറ്റ്. ഇൻ കേസിന് മുൻപുള്ള വെർബ് പാസ്റ്റ് ആണെങ്കിൽ ശേഷമുള്ള വെർബും പാസ്റ്റ്. ഈ ഒരു ചെറിയൊരു കാര്യം ഓർത്തു വച്ചാൽ തന്നെ ഈ ചോദ്യത്തിന് നമുക്ക് ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇവിടെ ഹീ ടേക്സ് ഹിസ് അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ് എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ടേക്സ് എന്ന് പറയുന്നത് V1 ആണെന്ന് നമുക്കറിയാം. അത് പ്രസൻറ്റ് ടെൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻ കേസിന് മുമ്പ് പ്രസൻ്റ് ആണ്. സോ ശേഷവും പ്രസൻ്റ് ആയിരിക്കണം. ഇൻ കേസിന് മുൻപ് പ്രസൻ്റ് ആണ്. അപ്പോൾ ശേഷവും പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ പ്രസൻ്റ് എന്ന് പറയുമ്പോൾ റെയിനും പ്രസൻ്റ് ആണ്, റെയിൻസും പ്രസൻ്റ് ആണ്. നമ്മളിവിടെ എടുക്കുന്ന ആൻസർ റെയിൻസ് ആണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇറ്റ് എന്നുള്ള വാക്ക് എപ്പോഴും സിംഗുലറിനെ കുറിക്കുന്ന വാക്കാണ്. ഓർത്തു വെച്ചോളൂ. കോൺകോഡ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഇത് നമുക്ക് ധാരാളം ഉപകാരപ്പെടുന്ന ഒരു
ടിപ്പാണ്. ഇറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇറ്റ് ഈസ് എ മാർക്കർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഒരെണ്ണമായതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ചേർത്തതെന്ന് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഇവിടെ 2 വടികളുണ്ടെങ്കിൽ ഒരിക്കലും ഇറ്റ് ഈസ് എ സ്റ്റിക്ക് എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇറ്റ് ആർ സ്റ്റിക്സ് എന്നോ ഇറ്റ് ആർ മാർക്കേഴ്സ് എന്നോ പറയാൻ കഴിയില്ലല്ലോ. അതായത് ഇറ്റ് എന്നുള്ള പദം എപ്പോഴും സിംഗുലർ ആണെന്നുള്ള ഓർമ്മയുണ്ടായിരിക്കണം. ഇറ്റ് സിംഗുലർ ആണ്, അതിനാൽ ഇവിടെ റെയിൻസ് എന്ന് എഴുതണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമല്ല, ഈ ടേക്സ് എന്ന വാക്കിന് പകരം ടുക്ക് എന്നായിരുന്നെങ്കിലോ? ടേക്സിൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ ടേക്കിൻ്റെ പാസ്റ്റ് ആണല്ലോ ടുക്ക്. അപ്പോൾ ഇൻ കേസിന് മുമ്പ് ടുക്ക് എന്ന് വരും അല്ലേ? ഇൻ കേസിന് മുമ്പ് വീട്ടു വന്നാൽ ഇൻ കേസിന് ശേഷമുള്ള പദവും പാസ്റ്റിലായിരിക്കണം. അപ്പോൾ റെയിൻസ് എന്ന ഉത്തരം പോയി എന്താകുമായിരുന്നു? റെയിൻഡ് എന്നാകുമായിരുന്നു. ഇൻ കേസിന് മുൻപ് ടുക്ക് എന്ന പാസ്റ്റ് വന്നാൽ ഇൻ കേസിന് ശേഷവും പാസ്റ്റ് റെയിൻഡ്. ഇൻ കേസിന് മുമ്പ് പ്രസൻ്റ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും പ്രസൻറ്റ്. വിൽ റെയിൻ, മേ റെയിൻ എന്ന പദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരികയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇൻ കേസിന് ശേഷം ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കില്ല, അതിനാൽ വിൽ റെയിൻ വരില്ല. ഇൻ കേസ് ഉള്ള സെൻറ്റൻസുകളിൽ മേ പാടില്ല, അതിന് ശേഷമുള്ള ക്ലോസിൽ മേ പാടില്ല, അതുകൊണ്ട് മേ റെയിനും വരാൻ കഴിയില്ല. റെയിൻ അല്ലെങ്കിൽ റെയിൻസ് ഏതെങ്കിലും ഒന്നാണ് ഉത്തരം. ഇൻ കേസ് എന്നത് ഇൻ കേസിന് മുൻപ് ടേക്സ് എന്ന പ്രസൻറ്റ് ടെൻസ് വന്നതിനാൽ ഇൻ കേസിന് ശേഷവും പ്രസൻറ്റ് ടെൻസ്, ദാറ്റ് ഈസ് റെയിൻസ്. ഇൻ കേസിന് മുമ്പ് ടേക്സ് എന്ന വാക്കിന് പകരം ടുക്ക് എന്നായിരുന്നെങ്കിൽ റെയിൻസ് എന്ന ഉത്തരത്തിന് പകരം എന്താകുമായിരുന്നു? റെയിൻഡ് എന്നാകുമായിരുന്നു. അപ്പോൾ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ഹീ വിൽ ടേക്ക് ഹിസ് റെയിൻ കോട്ട് ഇൻ കേസ് ഇറ്റ് റെയിൻസ് എന്നാണ് പദം. അപ്പോൾ അതിനകത്ത് ഇൻ കേസ് എന്ന് വെച്ചാണ് ചോദ്യം. എന്നിട്ട് വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ആൻ എറർ? ഈ സെൻറ്റൻസിലെ ഏത് പോർഷനാണ് തെറ്റ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് എന്ന വാക്കിന് ശേഷം എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇൻ കേസിന് മുൻപ് എന്തായിരിക്കണം? പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം. ശരിയല്ലേ? അതായത് ഇൻ കേസിന് ശേഷം പ്രസൻ്റ് ആണെങ്കിൽ ഇൻ കേസിന് മുൻപും എന്തായിരിക്കണം? പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം. അതിനാൽ ഇവിടെ വിൽ ടേക്ക് എന്ന പദം വിൽ, ഷാൾ എന്നിവ ചേർന്ന് വരുന്ന സെൻറ്റൻസുകൾ ഫ്യൂച്ചർ ടെൻസിലാണെന്ന് അറിയാമല്ലോ. അതിനാൽ ഈ വിൽ ടേക്ക് എന്ന എ പോർഷനാണ് ഇവിടെ തെറ്റ്. സോ ദ ആൻസർ ഈസ് എ. ഇൻ കേസിന് ശേഷം പ്രസൻറ്റ് വന്നിരിക്കുന്നു, സോ ഇൻ കേസിന് മുൻപ് പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ വിൽ ടേക്ക് എന്ന പദം ഫ്യൂച്ചറാണ്. ഇൻ കേസിന് ശേഷം പ്രസൻ്റ് ആണെങ്കിൽ മുൻപും പ്രസൻ്റ് ആയിരിക്കണം. അതിനാൽ എ പോർഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഈ ചോദ്യവും നിങ്ങൾക്ക് വളരെ ഈസിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ കേസ് എന്ന പദവും ഇൻ കേസ് ഓഫ് എന്ന പദവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇൻ കേസ് എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന അർത്ഥമല്ല, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന ഒരർത്ഥമല്ല ഇൻ കേസ് ഓഫ് എന്ന പദം. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻ കേസ് ഓഫ് എന്നാൽ ഇഫ് എന്നാണ് മീനിങ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ കണ്ടീഷണൽ ക്ലോസിൽ ഇഫ് എന്ന് വരുന്ന ആ പദം തന്നെയാണ് ഇൻ കേസ് ഓഫ്. നമ്മൾ ചില ഗ്രാമർ പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇൻ കേസിന് ശേഷം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായി ശരിയല്ല. ഇൻ കേസ് ഓഫ് എന്ന പദം ഇഫിന് തുല്യമാണെങ്കിൽ ഇൻ കേസ് ഓഫ് എനി ഷോർട്ടേജ്, എന്തെങ്കിലും ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എനി ഷോർട്ടേജ് എന്നാണല്ലോ ആ പദത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം. ഇഫ് ദർ ഈസ് എനി ഷോർട്ടേജ് എന്ന് തന്നെയാണല്ലോ അർത്ഥം. അപ്പോൾ ഇൻ കേസ് എന്ന ഈ പദം ഇഫ് ആണെങ്കിൽ, ഇഫ് ദർ ഈസ് എനി ഷോർട്ടേജ് എന്നാണ് അതിൻ്റെ ഇന്നർ മീനിങ് എങ്കിൽ അത് പ്രസൻ്റ് അല്ലേ? അപ്പോൾ ഇഫ് ക്ലോസിൽ പ്രസൻറ്റ് വന്നാൽ അപ്പുറത്ത് വിൽ, ഷാൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നല്ലേ? ഇവിടെ ദേ എന്ന പദമായതിനാൽ ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ? വിൽ സപ്ലൈ എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്, ഇവിടെ ഉത്തരമായി വരുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഇൻ കേസ് ഓഫ് എന്ന പദം ഇഫിന് തുല്യമാണ്. ഇഫ് ദർ ഈസ് എനി ഷോർട്ടേജ് ദ ഡാഷ് മോർ. ഈസ് എന്നത് ഇൻ കേസ് ഓഫ് എന്ന പദത്തിന് പകരമാണല്ലോ ഇഫ് യൂസ് ചെയ്തത്. ഈ പദത്തിൻ്റെ മീനിങ് ഇഫ് ദർ ഈസ് എനി ഷോർട്ടേജ് എന്ന് തന്നെയാണല്ലോ. ഈസ് പ്രസൻ്റ് ആണല്ലോ. ഇഫിനോടൊപ്പം പ്രസൻറ്റ് വന്നാൽ അതിൻ്റെ അടുത്ത ക്ലോസിൽ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യാം എന്ന് തന്നെയാണല്ലോ അർത്ഥം.
അപ്പോൾ ഇവിടെ സപ്ലൈ അല്ല, സപ്ലൈസ് അല്ല, വിൽ സപ്ലൈ ആണ് ഉത്തരമായി വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വി വിൽ ബൈ സം ഫുഡ് ഇഫ് ബിജു കംസ്. ഇഫിന് തുല്യമായ ഒരു പദം ചോയ്സിൽ നിന്ന് എഴുതാനാണ് നമ്മളോട് നിർദ്ദേശം. അപ്പോൾ ഞാൻ മുകളിലെ ചോദ്യത്തിൽ പറഞ്ഞു ഇൻ കേസ് ഓഫ് എന്ന പദം ഇൻ കേസ് പോലെയല്ല. അത് എന്തുകൊണ്ടാണ് ഇൻ കേസ് ഓഫും ഇൻ കേസും ഒന്നല്ല എന്നുള്ളത് മറ്റ് ചോദ്യങ്ങളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് പറയാം. ഇവിടെ ഇഫിന് തുല്യമായ ഒരു പദം ചോയ്സിൽ നിന്ന് എടുത്തെഴുതാൻ പറഞ്ഞു. ഇൻ കേസ് ഓഫ് എന്ന പദമാണ് ഇഫ് എന്ന പദം. അതിനാൽ ഇഫിന് പകരമായി നമുക്കിവിടെ എന്ത് എഴുതാം? ഇൻ കേസ് ഓഫ് എന്ന പദം എഴുതാം. ഇഫും ഇൻ കേസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇഫ്, ഇൻ കേസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ചോദ്യം മനസ്സിലാവുക. അതായത് ഇഫ് എന്ന പദത്തിനർത്ഥം എങ്കിൽ എന്നാണ്. ഇൻ കേസ് ഓഫ് എന്ന പദത്തിനും എങ്കിൽ എന്നാണ്. ഇവിടെ ഇഫ് എന്ന വാക്കിന് പകരം ഇൻ കേസ് എഴുതിയാൽ എന്താ മീനിങ്ങിന് വരുന്ന ഒരു വ്യത്യാസം എന്ന് നമുക്ക് ശ്രദ്ധിച്ചു. വി വിൽ ബൈ സം ഫുഡ് ഇൻ കേസ് ബിജു കംസ്, അല്ലെങ്കിൽ ഇഫ് ബിജു കംസ്. ഇഫ് ബിജു കംസ് എന്ന് എഴുതുമ്പോൾ ബിജു വന്നാൽ ഞങ്ങൾ കുറച്ച് ഫുഡ് വാങ്ങും എന്നായി. എന്നാൽ ഈ ഇഫിന് പകരം ഇൻ കേസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻ കേസ് ബിജു കംസ് വി വിൽ ബൈ സം ഫുഡ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ചേർത്താൽ ഇൻ കേസ് ബിജു കംസ്, ബിജു വന്നാലോ എന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണിത് വി വിൽ ബൈ സം ഫുഡ്. ബിജു വന്നാലോ എന്ന ഭയത്താൽ അല്ലെങ്കിൽ ബിജു വന്നാലോ എന്ന ചിന്തയാൽ ഞങ്ങൾ ഫുഡ് വാങ്ങുമെന്നാണ്. ഇഫ് ചേർത്താൽ അങ്ങനെയല്ല, ബിജു വന്ന് കയറിയാൽ മാത്രമേ ഫുഡ് വാങ്ങുന്നുള്ളൂ. ഇവിടെ എങ്ങനെ ഇൻ കേസ് ചേർത്താൽ എന്താ മീനിങ് എന്ന് വെച്ചാൽ ഇൻ കേസ് ബിജു കംസ്, ഇൻ കേസിന് ശേഷം എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻ കേസ് ചേർത്താൽ ഇൻ കേസ് ബിജു കംസ്, ബിജു വന്നാലോ എന്ന കാരണത്താൽ വി വിൽ ബൈ സം ഫുഡ്. അതിൻ്റെ പ്രിക്കോഷൻസ് ഓർ പ്രിപ്പറേഷൻസ് ആണ് വി വിൽ ബൈ സം ഫുഡ് എന്നുള്ളത്. അപ്പോൾ ഇഫും ഇൻ കേസും ഒന്നല്ല എന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഇഫും ഇൻ കേസ് ഓഫും ഒന്നാണ്. അതുകൊണ്ടാണ് ഇഫിന് പകരം നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തത്? ഇൻ കേസ് ഓഫ് യൂസ് ചെയ്തത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഇഫ് ചേർക്കുമ്പോൾ ബിജു വന്ന് കയറിയാലാണ് ഫുഡ് വാങ്ങാൻ പോകുന്നത്. ഇൻ കേസ് അങ്ങനെയല്ല, ഇൻ കേസിന് ശേഷം ഒരു പ്രോബ്ലവും ആ പ്രോബ്ലത്തിൻ്റെ പ്രിപ്പറേഷനാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അതിനാൽ ഇൻ കേസ് ബിജു കംസ്, ബിജു വന്നാലോ എന്ന കാരണത്താൽ ഞങ്ങൾ കുറച്ച് ഫുഡ് വാങ്ങും അല്ലെങ്കിൽ വാങ്ങി എന്നാണ് ഇൻ കേസ് ചേർത്താൽ. ഇൻ കേസ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വിൽ ബൈ യൂസ് ചെയ്യില്ല. പക്ഷേ ഇവിടെ ഇഫാണ്. ഇഫ് വരുമ്പോൾ ഇഫിന് തുല്യമായ ഇൻ കേസ് ഓഫ് നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷമുള്ള ക്ലോസിൽ നമുക്ക് വിൽ ബൈ എന്ന പദം അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലായി എന്നാണ്. ഇനി നമുക്ക് ഇൻ കേസും ഇൻ കേസ് ഓഫും ഇൻ ദ കേസും ജസ്റ്റ് ഇൻ കേസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഡാഷ് ഫയർ ഡോണ്ട് യൂസ് ദ ലിഫ്റ്റ്. അപ്പോൾ നമ്മളിതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു മുന്നറിയിപ്പാണ്. വാട്ട് ഷുഡ് വി ഡു ഇഫ് സംതിങ് ഹാപ്പൻസ്? എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെട്രോൾ പമ്പുകളിലെല്ലാം കാണാൻ കഴിയും ഫയർ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോക്സ്, അല്ലെങ്കിൽ ലോറികളുടെ താഴെ ഒരു ബക്കറ്റിൽ കുറച്ച് മണലും ഇതുമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും ഫയർ എന്ന വാക്കിനർത്ഥം. അതായത് തീ പിടിച്ചാൽ, തീ കത്തിയാൽ ഇന്നത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യുക. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ വാട്ട് ഷുഡ് വി ഡു ഇഫ് സംതിങ് ഹാപ്പൻസ്? എന്തെങ്കിലും കാരണവശാൽ തീ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ലിഫ്റ്റ് യൂസ് ചെയ്യരുത് എന്നാണ്. അത് കൂടുതൽ എമർജൻസിക്കോ അപകടങ്ങൾക്കോ ഇടയാക്കാം എന്ന കാരണം കൊണ്ടൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. തീ പിടിക്കുകയാണെങ്കിൽ ഡോണ്ട് യൂസ് ദ ലിഫ്റ്റ്, നിങ്ങൾ ലിഫ്റ്റ് യൂസ് ചെയ്യരുത്. ഇഫ് ദർ ഈസ് എനി ഫയർ ഡോണ്ട് യൂസ് ദ ലിഫ്റ്റ് എന്ന് തന്നെയാണ്. ഇഫ് ദർ ഈസ് ഫയർ
ഡോണ്ട് യൂസ് ദ ലിഫ്റ്റ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇഫ് ദർ ഈസ് ഫയർ, അവിടെ തീ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തീ പിടിച്ചാൽ നിങ്ങൾ ലിഫ്റ്റ് യൂസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇഫ് എന്ന ഒരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ ഇഫ് എന്ന വാക്ക് ചേർത്തുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇഫിന് തുല്യമായ ഇൻ കേസിൻ്റെ രൂപം എഴുതണം എന്നാണ്. ഇഫ് എന്ന വാക്കിന് തുല്യമായ പദമാണ് ഇൻ കേസ് ഓഫ്, IF. ഇൻ കേസ് ഓഫ് എന്ന പദം ഇഫിന് തുല്യമാണ്. അതിനാൽ ഇവിടെ ഇൻ കേസ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇൻ കേസ് ഓഫ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. വ്യത്യാസം മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്ന സാഹചര്യങ്ങളിൽ ഇൻ കേസ് എന്ന വാക്കല്ല യൂസ് ചെയ്യേണ്ടത്, ഇൻ കേസ് ഓഫ് എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് എന്നാൽ എന്ത് തന്നെയാണ്? ഇഫ് തന്നെയാണ്. പൂർണ്ണമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെയും ഡാഷ് ആൻഡ് എമർജൻസി കാൾ 1025 എന്നാണ്. അത് ഏതെങ്കിലും ഒരു ടോൾ ഫ്രീ നമ്പർ ആയിരിക്കാം, ഒന്നുകിൽ ചൈൽഡ് അബ്യൂസോ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവന ഭീഷണി ഉണ്ടാകുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വിളിക്കേണ്ട നമ്പറുകളായിരിക്കാം. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂ എന്നാണ്. വല്ല ടോൾ ഫ്രീ നമ്പറോ ആയിരിക്കാം. അതെന്തോ ആകട്ടെ, അതും ഒരു മുന്നറിയിപ്പാണല്ലോ. കഴിഞ്ഞ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഏതുപോലെ? തീ പിടിക്കുകയാണെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു മുന്നറിയിപ്പാണല്ലോ. അതായത് ഇത്തരം മുന്നറിയിപ്പുകൾ കൊടുക്കുമ്പോൾ, മുന്നറിയിപ്പ് വരുമ്പോൾ ഇൻ കേസ് അല്ല യൂസ് ചെയ്യേണ്ടത്, ഇൻ കേസ് ഓഫ് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി ഓർ ഇഫ് ദർ ഈസ് ആൻ എമർജൻസി എന്ന് തന്നെയാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. എമർജൻസി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന ആംബുലൻസിനെ വിളിക്കാം അല്ലെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവിടെ ഇഫ് ദർ ഈസ് ആൻ എമർജൻസി യു ക്യാൻ കോൺടാക്റ്റ് മീ ഓർ യു ക്യാൻ കോൾ 1025 എന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇൻ കേസ് ഓഫ് എന്ന വാക്കിന് പകരം അവിടെ ഇഫ് ചേർത്തപ്പോൾ അർത്ഥത്തിന് മാച്ച് ആയല്ലോ. അപ്പോൾ ഇഫിന് തുല്യമായ പദം എന്താണ്? ഇൻ കേസ് ഓഫ്. അപ്പോൾ ഇവിടെയുള്ള ഉത്തരം എന്താണ്? ഇൻ കേസ് ഓഫ്. ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി കോൾ 1025. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഡാഷ് ഓഫ് ദിസ് ലേഡി വി വിൽ നോട്ട് ഗ്രാൻഡ് പെർമിഷൻ. ഈ ലേഡിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പെർമിഷൻ തരില്ല അല്ലെങ്കിൽ അനുവാദം തരില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ഇൻ കേസ് അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് അല്ലെങ്കിൽ ഇൻ ദ കേസ് എന്ന് പറയുമ്പോൾ ഇൻ ദ കേസ് എന്ന വാക്കാണ് ഇവിടെ ഉത്തരം. ഇൻ ദ കേസ് എന്ന് എങ്ങനെയാണ് ഇവിടെ ഉത്തരമായി വന്നത് എന്ന് ചോദിച്ചാൽ, ഈ ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഈ ലേഡിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ റെഫറിങ് ടു ദിസ് ലേഡി വി വിൽ നോട്ട് ഗ്രാൻഡ് പെർമിഷൻ, അല്ലെങ്കിൽ റിഗാർഡിങ് ദിസ് ലേഡി വി വിൽ നോട്ട് ഗ്രാൻഡ് പെർമിഷൻ എന്ന് തന്നെയാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ കൺസേൺ ദിസ് ലേഡി വി വിൽ നോട്ട് ഗ്രാൻഡ് പെർമിഷൻ, ഈ ലേഡിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പെർമിഷൻ തരാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഒന്നെങ്കിൽ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത ആളുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക കുറ്റത്തിൽ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളോ ആണെങ്കിൽ അവരെ ഈ സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ അവർക്കുള്ളൊരു അനുവാദം തരില്ല എന്നാണ്. അപ്പോൾ ആ ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അനുവാദം തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ ഇവിടെ ഈ ചോദ്യത്തിലർത്ഥം. അപ്പോൾ റിഗാർഡിങ് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ കൺസേൺ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ആസ് ഫാർ ആസ് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇൻ റിലേഷൻ ടു എന്ന അർത്ഥത്തിൽ ഈ ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പെർമിഷൻ തരില്ല. അപ്പോൾ ഈ മറ്റേതെങ്കിലും ലേഡി ആയിരുന്നെങ്കിൽ വി വിൽ ഗ്രാൻഡ് പെർമിഷൻ എന്ന് തന്നെയാണല്ലോ ആ വാക്കാൻ അർത്ഥം. അപ്പോൾ ഈ ലേഡിയെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ദിസ് ലേഡി, അതുകൊണ്ടാണ് കേസ് എന്ന വാക്കിൻ്റെ മുമ്പിൽ ദാ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ അർത്ഥം ഇൻ ദ കേസ് ഓഫ് ദിസ് ലേഡി വി വിൽ നോട്ട് ഗ്രാൻഡ് പെർമിഷൻ എന്നാണ്. ഇവിടെ ഇൻ കേസോ ഇൻ കേസ് ഓഫോ ജസ്റ്റ് ഇൻ കേസോ അല്ല. ചിലർ ഇവിടെ ഇൻ കേസിന് ശേഷം ഇവിടെ ഗ്രാൻഡ് എന്ന വാക്ക് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഇൻ കേസ് എഴുതിപ്പോകാനൊരു സാധ്യതയുണ്ട്. ഇൻ കേസ് അല്ല, ഇൻ കേസ് ഓഫ് അല്ല, ഇൻ ദ കേസാണ്. ഇവിടെ പൂർണ്ണമായിട്ടും ഇൻ കേസും ഇൻ കേസ് ഓഫുമായി ബന്ധപ്പെട്ട അർത്ഥമേ അല്ല. സംബന്ധിച്ചിടത്തോളം ഇവരെ പ്രമാണിച്ച് എന്നൊക്കെയാണല്ലോ അതിനർത്ഥം. അതുകൊണ്ട് ഇൻ ദ കേസ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസിനായി തരുന്നതാണ്.
അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരു 9 10 എണ്ണം നിങ്ങൾക്ക് പരിചയത്തിനായി തരുന്നുണ്ട്. അതിൽ ഒരു 2 ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കീപ് എ ഫ്യൂ ക്യാൻഡിൽസ് റെഡി ഇൻ കേസ് ദ ഇലക്ട്രിസിറ്റി മേ ഫെയിൽ എന്നാണ്. വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് കണ്ടെയ്ൻസ് ആൻ എറർ എന്നാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഡി ആണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഡി പോർഷൻ എന്ന് വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ആവശ്യപ്പെടുക. അതിൻ്റെ വിശദീകരണം തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ റഫറി വിയേഴ്സ് 2 വാച്ചസ് ഇൻ കേസ് വൺ ഓഫ് ദം ഡാഷ് എന്നാണ്. റഫറി 2 വാച്ചുകൾ എപ്പോഴും കിട്ടും. ഫുട്ബോൾ റഫറികളെ ശ്രദ്ധിച്ചാൽ മതി. ആ 2 വാച്ചുകൾ കിട്ടും. ആ 2 വാച്ചുകൾ കിട്ടുന്നത് ഇഫ് വൺ ഓഫ് ദം ഡാഷ്, അതിലേതെങ്കിലും ഒരു വാച്ച് സ്റ്റോപ്പായാലോ എന്ന് കരുതിയിട്ടാണ്. ഈ ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് ഈ എപ്പിസോഡിൻ്റെ മുൻഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതേ എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ അത് കണ്ട ശേഷം ആ പോർഷൻ കണ്ട ശേഷം മാത്രം ഇതിൻ്റെ ആൻസറുകൾ ചെയ്യുക. ഇവിടെ ആൻസർ വരുന്നത് സ്റ്റോപ്സ് എന്ന വാക്കാണ്. അതും എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസറായി വരുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. 7034850312 ഈ നമ്പറിൽ ബന്ധപ്പെടുക. ശരി, നമുക്ക് അടുത്ത പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് 24ാമത്തെ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായി 2 ചോദ്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം. ഇതും നിങ്ങൾക്ക് തരുന്ന ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യനാണ്. ഡാഷ് ഓഫ് ഗോപി വി ഷുഡ് ബി സ്ട്രിക്റ്റ്. ഗോപിയുടെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റാണ്. അടുത്ത ഡാഷ് ഓഫ് ഗവൺമെൻറ് സ്കൂൾസ് ഈവൻ ദ ടീച്ചേഴ്സ് ഡോണ്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഗവൺമെൻറ് സ്കൂളുകളിലെ ടീച്ചർമാർ പോലും ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. അപ്പോൾ മറ്റ് ടീച്ചർമാർക്ക് സംസാരിക്കാൻ കഴിയുമെന്നോ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർമാരെ കൊച്ചാക്കിയതോ അല്ല. അതൊരു എക്സാമ്പിൾ കിട്ടിയപ്പോൾ അതുപോലെ നമ്മൾ യൂസ് ചെയ്തു എന്ന് മാത്രം. എനിവേ, ഗവൺമെൻറ് സ്കൂളുകളിലെ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം എന്നാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആസ് ഫാർ ആസ് കൺസേൺഡ്, ഇൻ റിലേഷൻ ടു എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നത് ഇൻ ദ കേസ് ആണെന്നറിയാലോ. ഗോപിയുടെ കാര്യത്തിൽ ഇൻ ദ കേസ് ഓഫ് ഗോപി, ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യമാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഇൻ ദ കേസ് എന്നാണ് ഉത്തരം വരിക എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ ടുഡേസ് ടിപ്സ് എന്ന മേഖലയിലേക്ക് പോകാം. ഇന്ന് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട കുട്ടികൾ നിരന്തരം ആവശ്യപ്പെട്ട എലവഞ്ചേരിയിൽ നിന്ന് പ്രവീൺ എന്നൊരാൾ ആവശ്യപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ വിശദീകരണമാണ്. ഐ തിങ്ക് യു ആർ ലേറ്റ് എന്ന ചോദ്യവും യു തിങ്ക് യു ആർ ലേറ്റ് എന്ന ചോദ്യവും തമ്മിൽ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ്. ഈ ഐ തിങ്ക് എന്ന് പറയുമ്പോൾ ഐ തിങ്ക്, ഐ ബിലീവ്, ഐ ഇമാജിൻ, ഐ സപ്പോസ്, ഐ ബിലീവ്, ഐ ഫീൽ, ഇങ്ങനെ ഐ തിങ്ക് എന്ന വാക്കിന് പകരം ഐ ഫീൽ, ഐ വിഷ്, ഐ ഇമാജിൻ, ഐ ബിലീവ് ഇങ്ങനെ തുടങ്ങുന്ന വാക്കുകൾ വരുമ്പോൾ ഈ പോർഷനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത പോർഷൻ നോക്കി ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. ഐ തിങ്ക്, ഐ ഫീൽ, ഐ വിഷ്, ഐ ഇമാജിൻ, ഐ ബിലീവ്, ഐ സപ്പോസ്, ഐ ഫീൽ തുടങ്ങുന്ന വാക്കുകൾ വരുമ്പോൾ അടുത്ത പോർഷൻ എങ്ങനെയാണോ അത് നോക്കി ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. ഇവിടെ യു ആർ ലേറ്റ് എന്നാണ് പദമെങ്കിൽ അവിടെ ആർ ഇൻറ്റു യു എന്ന് എഴുതാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വന്നത് എന്ന് ഒരു തരം കൺഫ്യൂഷനും ഉണ്ടാകാൻ സാധ്യതയില്ല. സോ ദ ആൻസർ ഈസ് ആർ ഇൻറ്റു യു. എന്നാൽ ഈ ഐ എന്ന വാക്കിന് പകരം യു എന്നോ ഹി എന്നോ ഷീ എന്നോ ബിജു എന്നോ ദേ എന്നോ ഉള്ള വാക്കാണെങ്കിൽ, അതായത് യു തിങ്ക്, ഐ എന്ന വാക്കിന് പകരം മറ്റേത് സബ്ജക്റ്റുകളാണെങ്കിൽ ആദ്യത്തെ പോർഷൻ നോക്കി ഉത്തരം എഴുതുക. തിങ്ക് പ്രസൻ്റ് ആണ്, അതിനാൽ ഡു എഴുതി. തിങ്സ് എന്നായിരുന്നെങ്കിൽ ഡസ് എഴുതിയനെ. തോട്ട് എന്നായിരുന്നെങ്കിൽ ഡിഡ് എഴുതിയനെ. തിങ്ക് എന്ന വാക്കുകൊണ്ട് ഡു എഴുതി. ചോദ്യം പോസിറ്റീവാണ്, സോ ആൻസർ നെഗറ്റീവ് ആക്കാൻ നോട്ട് എഴുതി. സബ്ജക്റ്റ് യു ആണ്, യു തന്നെ എഴുതി. ഒരിക്കൽ കൂടെ പറയുന്നു, ഐ തിങ്ക്, ഐ ഫീൽ, ഐ വിഷ്, ഐ ഇമാജിൻ, ഐ ബിലീവ് തുടങ്ങിയ വാക്കുകളാണെങ്കിൽ രണ്ടാമത്തെ പോർഷൻ നോക്കി ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. എന്നാൽ ഐ ഒഴിച്ച് ഹി, ഷീ, ദേ തുടങ്ങിയ, യു തുടങ്ങിയ, വി തുടങ്ങിയ വാക്കുകളാണെങ്കിൽ ആദ്യ പോർഷൻ നോക്കി
ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. സോ യു തിങ്ക് എന്ന പദം ഡോണ്ട് യു എന്ന് തന്നെയാണല്ലോ വരിക. സോ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക.